ഹോശന്നാ ഞായറാണ്. മർക്കോസിന്റെ സുവിശേഷം 11 അധ്യായം 1 മുതൽ 11 വരെ. കർത്താവിന്റെ യെരുശലേമിലേക്കുള്ള എഴുന്നള്ളത്താണ്. 2 ധ്യാനചിന്തകൾ. എ റീഡിഫൈൻഡ് മെസ്സയ, പുനർനിർവചിക്കപ്പെട്ട മിശിഹായാണ്. കർത്താവിന്റെ എഴുന്നള്ളത്ത് നടക്കുന്നത് പെസഹ പെരുന്നാളിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ്. യഹൂദന്മാര് കാത്തിരുന്ന മിശിഹായല്ല. കഴുതക്കുട്ടിയുടെ പുറത്ത് സമാധാനത്തിന്റെ പ്രഭുവായാണ് വരുന്നത്. യഹൂദന്മാര് വിശ്വസിക്കുന്ന പ്രതീക്ഷിക്കുന്ന മിശിഹ ഒരു വാർക്കിംഗ് ആണ്. കുതിരയുടെ പുറത്ത് തങ്ങളുടെ രാജ്യത്തെ രക്ഷിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്. യേശു സമാധാനത്തിന്റെ പ്രഭുവാണ്. 2, എ റീഇൻറർപ്രറ്റഡ് സ്ലോഗൻ, പുനർവ്യാഖ്യാനം ചെയ്യപ്പെട്ട മുദ്രാവാക്യമാണ്. ഈ എഴുന്നള്ളത്തിൽ വിളിച്ചു കേട്ട മുദ്രാവാക്യം ഹോശന്നാ എന്നാണ്. യഹൂദന്മാര് സങ്കീർത്തനം 118 വായിക്കുന്ന ഹോശന്നാ എന്ന മുദ്രാവാക്യം അതിൻ്റെ അർത്ഥം വേറെയാണ്. ഇത് തങ്ങളുടെ പാപത്തിൽ നിന്നും തങ്ങളെ രക്ഷിക്കണമേ എന്നും മത നേതാക്കന്മാരിൽ നിന്നും വിശ്വാസത്തെ സംരക്ഷിക്കണമേ എന്നും ഉള്ള മുദ്രാവാക്യമാണ്. അതുകൊണ്ടാണ് ഈ എഴുന്നള്ളത്തിന്റെ അവസാനം നമ്മൾ കാണുന്നു യേശു ദേവാലയ ശുദ്ധീകരണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തുടർന്ന് ഈ മുദ്രാവാക്യം നമ്മൾ കാണുന്നത് കാൽവരി ക്രൂശിലാണ്. രക്ഷിക്കണമേ. തൻ്റെ ജനത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ മുദ്രാവാക്യം വിളിക്കുകയല്ല, അവൻ മുദ്രാവാക്യമായി മാറി. മുദ്രാവാക്യം ജീവിക്കുന്ന മുദ്രാവാക്യമായി മാറി. ഗോഡ് ബ്ലെസ് യു.